നമസ്കാരം. ജീവിതത്തിൽ ഏവർക്കും ആഗ്രഹങ്ങൾ ഉള്ളവരാകുന്നു. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ ചുരുക്കം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും എന്ന് പലർക്കും സംശയങ്ങൾ തോന്നുന്നതാണ്. എന്നാൽ ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചിലത് കാലതാമസം എടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പലരും പകച്ചു പോവുകയും വിഷമിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ നാം ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എപ്പോൾ നടക്കും എന്ന വ്യക്തമായ സൂചന തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏവർക്കും പ്രയോജനകരമാണ് തൊടുകുറി ശാസ്ത്രം. അതിനാൽ തന്നെ ഈ തന്നിരിക്കുന്ന 4 ഇലകളിൽ ഒരു ഇല ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് എടുക്കുക. ഇതിനുശേഷം ഈ ഫലം കേൾക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഉറപ്പായും ആഗ്രഹിച്ച കാര്യം നടക്കുന്നതാണ്. ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാം. ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനുള്ള സമയമാണ് ഇത്. മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആലില തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. സകല ദേവീ ദേവന്മാരും വസിക്കുന്ന ഒരു വസ്തുവാണ് ആലില. അതിനാൽ തന്നെ ആലിലയ്ക്ക് അത്രയും മഹത്വം സനാതന ധർമ്മത്തിൽ നൽകിയിരിക്കുന്നു. ആലിലക്കണ്ണനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. അതിനാൽ ഭൂമിയിൽ വീണ്ടും പുനർജനിക്കുമ്പോൾ ഭഗവാൻ ആലിലയിൽ പ്രത്യക്ഷപ്പെട്ടു. ആലില തിരഞ്ഞെടുത്തവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉള്ളവരാണ്. അതിനാൽ തന്നെയാണ് ആലില ഇവർക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയതും. ഭഗവാൻ തോന്നിപ്പിച്ചതാണ് എന്ന് പറയുന്നതാണ് ശരി. അതിനാൽ തന്നെ ഭഗവാൻ ചില കാര്യങ്ങൾ ഇവരോടായി പറയുന്നു. അത് ഇപ്രകാരമാണ്. ജീവിതത്തിൽ അനേകം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവർ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനാൽ തന്നെ പല മാനസികമായ ബുദ്ധിമുട്ടുകളും ഇവർ നേരിടുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും അപമാനം വരെ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തിക ദുരിതങ്ങൾ, മനോദുഃഖങ്ങൾ, സന്താന ക്ലേശങ്ങൾ എന്നിവ ഇവർ അനുഭവിക്കുന്നതാണ്. ദുഃഖങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു ദുഃഖം ഒഴിയുമ്പോൾ മറ്റ് നിരവധി പ്രയാസങ്ങൾ ഇവരെ തേടി എത്തുന്നതാകുന്നു. സാമ്പത്തിക ദുരിതങ്ങൾ പലപ്പോഴും ഇവരെ പലവിധ ബുദ്ധിമുട്ടുകളിലേക്കും തള്ളി വിടുന്നതാണ്. അതിനാൽ തന്നെ ഇവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നതാണ് ആദ്യം ഇവർ മനസ്സിലാക്കേണ്ടത്. കാരണം ഭഗവാനോടുള്ള ഭക്തിയാൽ ഇവർക്ക് ഭഗവാൻ പലവിധ വഴികൾ കാണിച്ച് നൽകുന്നതാണ്. ഈ വഴിയിലൂടെ ഇവർ മുൻപോട്ട് പോയാൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ വന്ന് ചേരുന്നതാണ്. ഭഗവാൻ പല ഘട്ടങ്ങളിലും നമ്മെ പരീക്ഷിക്കുന്നതാണ്. അതിനർത്ഥം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല. ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കാര്യം, അതും അമൂല്യമായ ഒരു കാര്യം ജീവിതത്തിൽ തരാൻ ഭഗവാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ സമയമാകുമ്പോൾ തീർച്ചയായും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് ചേരുന്നതാണ്. പലപ്പോഴും കൊടുങ്കാറ്റ് പോലെയാണ് ജീവിതത്തിൽ അനേകം ദുരിതങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായി വരുന്നത്. എവിടേക്ക് തിരിഞ്ഞാലും തടസ്സങ്ങളും നിരാശകളും മാത്രമായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. എന്നാൽ ഇതെല്ലാം മാറും എന്ന സൂചന ഇവർക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരു മാറ്റം ഇവർക്ക് ഉറപ്പായും വന്നു ചേരും. ഇതിന് അധികം കാലതാമസം ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതല്ല. വേഗം തന്നെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതാകുന്നു. വിശ്വാസങ്ങൾ കൈവിടാതെ ജീവിതത്തിൽ മുൻപോട്ട് പോവുക. ഉറപ്പായും ഈ ദുരിതങ്ങൾ മാറുന്ന, ഈ പരീക്ഷണങ്ങൾ അവസാനിക്കുന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഭഗവാൻ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടദേവത കൈപിടിക്കുന്ന ഒരു അവസരം ഉടനെ വന്നു ചേരും. കൈപിടിച്ച് ഇവരെ ഉയർത്തുന്നതാണ്. അത് ഇവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുവാൻ കാരണമാകും. ഈ അത്ഭുതകരമായ മാറ്റത്താൽ
പലർക്കും ഇവരോട് അസൂയ പോലും തോന്നുന്നതാണ്. ഇവർ കഠിനപ്രയത്നത്താൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഫലത്തിൽ എത്തുന്ന അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. നിത്യവും 2 നേരം പ്രാർത്ഥിക്കുക, ഇഷ്ടദേവത മന്ത്രങ്ങളും കവചവും ജപിക്കുക. കൂടാതെ ഒരിക്കലും വിഷമിക്കരുത് എന്നതാണ് നാം ചെയ്യേണ്ടത്. കാരണം നാം വിഷമിക്കും തോറും നമ്മളിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ നാം വിഷമിക്കുന്നതുമാണ്. അതിനാൽ ഒരിക്കലും ഇത് ചെയ്യരുത്. ധൈര്യപൂർവം മുൻപോട്ട് പോവുക. കാരണം കൂടെ ഈശ്വരനുണ്ട്. ഇവരുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ മുൻപോട്ട് തന്നെ പോവുക. ഇവരുടെ ജീവിതത്തിൽ ഒരു അസാധാരണ അഥവാ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നതാണ്. ഇവർ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തതാവാം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെയേറെ ആഗ്രഹിച്ച ഒരു കാര്യമാകാം. ഈ കാര്യങ്ങൾ 3 മാസത്തിനുള്ളിൽ നടക്കുന്നതാണ്. തുളസി തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് ഇനി പറയുന്നത്. ഇവർക്ക് ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ഉള്ളവരാകുന്നു. കാരണം ഒരു വീട്ടിൽ തുളസി വളരണം എങ്കിൽ അവിടെ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരൂ. അതിനാൽ തന്നെ ഇവർ തിരഞ്ഞെടുത്തത് ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ഇവരിൽ ഉള്ളതിനാലാകുന്നു. ഇവർ ചിലപ്പോൾ ആരാധിക്കുന്നത് മറ്റ് ദേവതകളെയാകാം. കാരണം ഇവരുടെ ഇഷ്ടദേവതകൾ മറ്റ് ദേവതകളാകാം. എന്നിരുന്നാലും ഇവർക്ക് ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. അതിനാൽ ഇവർക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. തുളസി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഇവർ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. പല പ്രശ്നങ്ങളും ഇതിനാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ചില കാര്യങ്ങൾ ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവർ മനോവിഷമത്തിലാണ് എന്ന് പറയുന്നതാകാം ശരി. എന്നാൽ അവയെല്ലാം സ്വന്തം കഠിനാധ്വാനത്താൽ അനായാസം മറികടക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് ഇവർ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സ്വപ്രയത്നത്തിനോടൊപ്പം വിശ്വാസം കൂടി ഇവർക്ക് കൂടിയേ തീരൂ. അതിന് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക, 2 നേരം വിളക്ക് തെളിയിക്കുക, ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുക. ഇത്രയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ജയിക്കും എന്ന വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോയാൽ തീർച്ചയായും ഇവർക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന പാത ശരിയായ പാതയാണ്. അത് ഈശ്വരാനുഗ്രഹത്താലാകുന്നു. എന്നാൽ മറ്റു ചിലർ അത് കൂടെ നിൽക്കുന്നവരാകാം. അവർ നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അത് തീരുമാനിക്കുക. അല്ലെങ്കിൽ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. കൂടാതെ മറ്റുള്ളവരെ സഹിക്കേണ്ടതായ അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കാരണം അവരെ നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്ഥാനം നൽകി ആദരിക്കുന്നവരാകാം. അതിനാൽ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ധിക്കരിക്കേണ്ടി വരും എന്ന വിഷമം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവർക്ക് ദോഷമാകുന്ന കാര്യമാകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആരോഗ്യം ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. മാതാപിതാക്കളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഇത്. കൂടാതെ അപമാനം പല സാഹചര്യങ്ങളിലും ഇവർക്ക് നേരിടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇവർ മുൻകൂട്ടി തിരിച്ചറിയേണ്ടതാകുന്നു. ഈശ്വരാധീനത്താൽ ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് എളുപ്പം മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം കുടുംബദേവതയെ ദർശിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും മുടങ്ങാതെ ദർശനം നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അമ്മയുടെ സഹായത്താൽ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉറപ്പായും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. അമ്മ തന്നെ ആകണം എന്നില്ല, മറിച്ച്
അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി, അതായത് അമ്മയോളം നാം ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു വഴിത്തിരിവ് നമുക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ഇതിനും ഈശ്വരാധീനം അനിവാര്യം തന്നെയാണ്. തുടക്കത്തിൽ തടസ്സങ്ങൾ അഥവാ ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുന്നതാണ്. എന്നാൽ വിജയം നിങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അഥവാ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നും ഒരു കാരണവശാലും പിൻപോട്ട് ഇവർ പോകരുത്. കാരണം നിങ്ങളെ അലോസരപ്പെടുത്തുവാൻ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഒരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കാതെ ആ തീരുമാനവുമായി മുൻപോട്ട് പോവുക. ഉറപ്പായും വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഈശ്വരാധീനം കൂടിയേ തീരൂ, അത് മറക്കരുത്. ജീവിതത്തിൽ നിങ്ങളെ അധികം സഹായിക്കുന്ന അഥവാ ഗുരുതുല്യനായ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. കൂടാതെ വളരെ കാലമായി കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെയും നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതുമാണ്. ജീവിതത്തിൽ പല സത്യങ്ങളും തിരിച്ചറിയുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. കൈപ്പേറിയ പല സത്യങ്ങളും ഇവർ തിരിച്ചറിയുന്ന അവസരം ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇത് ഉടനെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കൂവളം തെരഞ്ഞെടുത്തവരുടെ ഫലമാണ് ഇനി പറയുന്നത്. പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ. അതിനാൽ തന്നെയാണ് ഇവർക്ക് കൂവളം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. കാരണം ഇവരുടെ ഇഷ്ടദേവത മറ്റ് ദേവതകളാകാം. എന്നിരുന്നാലും പരമശിവനുമായി ഇവർക്ക് മുൻജന്മ ബന്ധം ഉള്ളതാകുന്നു. കൂടാതെ ഇവർക്ക് പരമശിവന്റെ അനുഗ്രഹം ഉള്ളവരുമാണ്. അതിനാൽ തന്നെയാണ് കൂവളം ഇവർക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. അതിനാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നതാണ്. ഇതിവർ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമാകുന്നു. വീട്, വസ്തു, വിവാഹം, വാഹനം, തൊഴിൽ എന്നിവ ഇവർ ആഗ്രഹിക്കുന്നതാണ്. ഇതിവർക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. ഇതിനാൽ തന്നെ ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴി ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞ് വരുന്നതാണ്. ആ വഴി ശരിയായ വിധം ഇവർ പ്രയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇതിലൂടെ മുൻപോട്ട് പോയാൽ തീർച്ചയായും ഇവർക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളിലേക്ക് എത്തുവാൻ സമയമാകുമ്പോൾ ഇത് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുവരെ നാം എത്ര ശ്രമിച്ചാലും നമ്മുടെ കൺമുൻപിൽ ഈ വഴി തെളിയണം എന്നില്ല. എന്നാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ ഉടനെ തന്നെ ആ വഴി നിങ്ങളുടെ മുൻപിൽ തെളിയുന്നതാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നു ചേരും, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിൽ അമിതമായി സങ്കടപ്പെട്ടാൽ പിന്നീട് ജീവിതത്തിൽ പല ദുരിതങ്ങളും വന്ന് ചേരുന്നതാകുന്നു. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ അത് അമിതമായ സന്തോഷം ആകരുത്. വളരെ കാലമായി ആഗ്രഹിച്ച കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ഈശ്വരനോട് നന്ദി പറഞ്ഞ് മറ്റുള്ളവരെ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അവരെ സഹായിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മുതിർന്നവരെയും ഇഷ്ടദേവതയെയും ആഗ്രഹ സാഫല്യത്തിന് ശേഷം ഒരിക്കലും മറക്കരുത്. ഉയരത്തിൽ നിൽക്കുമ്പോൾ വന്ന വഴി മറക്കുന്നവർ വീണ്ടും പഴയപടി താഴേക്ക് തന്നെ വന്ന് ചേരുന്നതാണ്. അതിനാൽ ഇത് എപ്പോഴും ഓർക്കേണ്ടതാകുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അത് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ ഫലമാണ്. ഇത് ഒരിക്കലും മറക്കരുത്. ഇത് ധ്യാനത്തിന്റെ ഫലമാണ്. അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് മനസ്സിലാക്കുക. കഷ്ടപ്പെടുന്ന അർഹരായവരെ ഇവർ സഹായിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആഗ്രഹ സാഫല്യത്തിനായി എന്നാൽ കഴിയുന്ന എല്ലാ ദാനധർമ്മങ്ങളും ചെയ്യണം എന്ന് ഇവർ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കൂ. കൂടാതെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ഇത് ഇവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാകുന്നു. ജീവിതത്തിൽ ഇപ്പോൾ ഇവർ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു.
ആര്യവേപ്പ് തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക്, ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ളവർക്കാണ് ആര്യവേപ്പ് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. അതിനാൽ തന്നെ ഇവർക്ക് ദുർഗാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉള്ളവർ തന്നെയാകുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയരങ്ങൾ നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. ഇവർ മറ്റ് ദേവതകളെയാകും ആരാധിക്കുന്നുണ്ടാവുക. എന്നിരുന്നാലും ഇവർക്ക് ദുർഗാദേവിയുടെ അനുഗ്രഹം ഉള്ളവരാണ്. മുൻജന്മത്തിൽ ദുർഗാദേവിയുമായി ബന്ധം ഉള്ളവർ തന്നെയാണ് ഇവർ. അതിനാൽ ദുർഗാദേവിയുടെ അനുഗ്രഹം ഇവർക്കൊപ്പം എപ്പോഴും ഉള്ളതാകുന്നു. കയ്ക്കുന്ന വേപ്പ് അഥവാ ആര്യവേപ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റുന്നതാകുന്നു. ശാരീരികമായ സൗഖ്യം ജീവിതത്തിൽ പ്രധാനം നൽകുന്നതാണ്. അതിനാൽ തന്നെ പങ്കാളിയുമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇവർക്ക് സാധ്യത കൽപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലുള്ള സർവ്വ ദുരിതങ്ങളും അകന്നു പോകുവാനുള്ള ഒരു വഴി മനസ്സിൽ തെളിയുന്നതാണ്. കൂടാതെ പല വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ഇവർ ദുർഗാദേവിയെ ആരാധിക്കുന്നതും ഉത്തമമാകുന്നു. ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങളും നേരിടുന്നവർ തന്നെയാണ് ഇവർ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം ഇവർക്കൊപ്പമുണ്ട്. പങ്കാളി ഇല്ലാത്തവർ, അതായത് അവിവാഹിതരായ വ്യക്തികൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങളും അവസാനിക്കുവാൻ സമയമായി എന്ന വ്യക്തമായ സൂചനയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് പല വിധത്തിലുള്ള ശത്രുക്കളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ്. ഈ ശത്രുക്കളുടെ നാശം അടുത്തു തന്നെ ഉണ്ടാകും എന്ന സൂചനയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹത്താൽ ശത്രുനാശം സംഭവിക്കാൻ പോവുകയാണ്. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അവസ്ഥ പോലും ഇവരുടെ ജീവിതത്തിൽ ഉടനെ വന്ന് ചേരുന്നതാകുന്നു. ഇത് ഇവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇവരെ ദ്രോഹിച്ചവർക്ക്, അതായത് നിങ്ങളെ ദ്രോഹിച്ചവർക്ക്, അവർക്ക് തന്നെ പല തിരിച്ചടികൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണുവാനുള്ള അവസരം വന്ന് ചേരുന്നതാണ്. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായി മാറും. നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് ഇവർക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്ന് ചേരുന്നതാണ്. അംഗീകാരം, ബഹുമാനം, യശസ് എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. സന്താനങ്ങളാൽ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് പല തരത്തിലുള്ള സന്താന സൗഖ്യം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. സന്താനങ്ങളുടെ ഉയർച്ച ഇവർക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ അപമാനങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാകുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ഈ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നിപ്പിക്കും വിധം ആകുന്നു. സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇവർക്ക് ഇനി സാധിക്കുന്നതാണ്. അതിന് സാധിക്കാതെ വരുന്ന അവസരത്തിൽ ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ഒരു വഴി തെളിഞ്ഞ് വരുന്നതാണ്. അതിനാൽ തന്നെ അടുത്ത 3 മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അഭൂതപൂർവമായ ഒരു മാറ്റം അഥവാ അത്ഭുതകരമായ മാറ്റം വന്ന് ചേരുന്നതാണ്. പലരും നിങ്ങളെ പല കാര്യത്തിലും പുച്ഛിച്ചു എന്ന് വരാം. ഇങ്ങനെ പുച്ഛിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തരുത്. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി മുൻപോട്ട് പോവുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കൂ. അത് തന്നെയാണ് ഈ ഇല തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സൂചന. അതിനാൽ ഒരിക്കലും വിഷമിക്കാതെ ജീവിതത്തിൽ മുൻപോട്ട് പോവുക. മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും.